നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. കരചരണം വാ കർമ്മവാക്കായനം വാ ശ്രവണനയനം വാ മനസം വാ പരാഗം വിഹിതമഹിതം വാ സർവമേതൽക്ഷമസ്വ. ശിവ ശിവ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം ഹരി ശരണം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. രാമായണ മാസാചരണം നടത്തി. ഒലവക്കോട് NSS കരയോഗത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന രാമായണ മാസാചരണത്തിൻ്റെ ഭാഗമായി ആധ്യാത്മിക പ്രഭാഷണം സംഘടിപ്പിച്ചു. ആധ്യാത്മിക പ്രഭാഷകനും പാലക്കാട് NSS താലൂക്ക് യൂണിയൻ സെക്രട്ടറിയുമായ N കൃഷ്ണകുമാർ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ കരയോഗം പ്രസിഡന്റ് MG പ്രദീപ് കുമാർ, സെക്രട്ടറി സുജിത് S, വനിതാ സമാജം പ്രസിഡന്റ് കോമളം ശ്രീകുമാർ, സെക്രട്ടറി ബേബി ശ്രീകല, U ശിവദാസൻ എന്നിവർ സംസാരിച്ചു. രാമായണ മാസത്തോടനുബന്ധിച്ച് എല്ലാ ദിവസവും രാമായണ പാരായണം നടത്തുന്നുണ്ടെന്ന് സംഘാടകർ അറിയിച്ചു. പുണ്യമായ കാര്യങ്ങളുടെ ഫലവും പാപത്തിന്റെ ഫലവും ഈ മണ്ണിൽ, അല്ലാണ്ട് മരിച്ചു പോയി കഴിഞ്ഞാൽ നരകത്തിലെ വറച്ചട്ടിയിലിട്ട് നമ്മൾ വറക്കൊന്നുമില്ല. നരകത്തിലെ വറച്ചട്ടിയിലിട്ടോ നാഗങ്ങളുടെ ഇടയിലേക്ക് പാമ്പുകളുടെ ഇടയിലേക്കിട്ടോ ഒന്നും അങ്ങനെ ഉണ്ടാവില്ല. ഈ മണ്ണിൽ തന്നെ, ഈ ഭൂമിയിൽ തന്നെ അനുഭവിക്കും. അങ്ങനെ ഒരു സന്ദർഭം രാമായണം നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. ദശരഥ മഹാരാജാവ്, അല്ലേ, നമുക്കറിയാം, 10 ദിക്കിലേക്കും ഒരുമിച്ച് രഥമോടിക്കാൻ കഴിവുള്ള ദേവാസുര യുദ്ധകാലത്ത് ദേവന്മാരെ സംരക്ഷിച്ച കോസലാധിപനായ അയോധ്യാധിപനായ ദശരഥ മഹാരാജാവ്, അല്ലേ? മഹാരാജാവിന്റെ അന്ത്യം എങ്ങനെയായിരുന്നു? മഹാരാജാവിന്റെ അന്ത്യം വളരെ കഷ്ടമായിരുന്നു. അദ്ദേഹം, ഈ രാജാക്കന്മാർക്കൊക്കെ ഒരു കുഴപ്പമുണ്ട്. എന്താ? നായാട്ട് നടത്താൻ കപ്പ, മൃഗയ വിനോദത്തിനൊരു കപ്പുണ്ട്. ഇന്നത്തെ ഭരണാധികാരികൾക്കുണ്ട് നായാട്ട് നടത്താൻ. അത് ഈ മണ്ണിലും ഈ ഭൂമികൂടെ തന്നെ വെച്ച് നമ്മളെ നായാടിക്കൊണ്ടിരിക്കുക. പക്ഷെ അന്നത്തെ രാജാക്കന്മാർക്ക് പുറത്ത് അല്ലെങ്കിൽ വനത്തിൽ പോയി മൃഗയ നായാട്ട് നടത്താൻ താല്പര്യമുണ്ട്. അങ്ങനെ ദശരഥൻ തന്റെ കൂട്ടുകാരും ഒരുമിച്ച് അല്ലെങ്കിൽ തന്റെ സൈനികരും ഒരുമിച്ച് കാട്ടിലേക്ക് പോയി അവിടെ ഒറ്റപ്പെട്ടു പോവുകയാണ്. ആ ഒറ്റപ്പെട്ടു പോകുമ്പോൾ അങ്ങനെ ഒരു ആന വെള്ളം കുടിക്കുന്ന ഒരു ശബ്ദം, കേട്ട കഥ തന്നെയാ. ആന വെള്ളം കുടിക്കുന്ന ശബ്ദം കേൾക്കുകയാണ്. ആനയാണെന്ന് കരുതി അമ്പെഴുതു. അമ്പെഴുതി കഴിഞ്ഞാൽ ആനയുടെ ചിഹ്നവിളിയല്ല കേട്ടത് ഒരു മനുഷ്യന്റെ വിലാപമാണ്. ദയനീയം, അത് പേടിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിഷമിച്ചുകൊണ്ട് ദശരഥൻ ഓടി അവിടെ എത്തിയപ്പോൾ ശ്രവണകുമാരൻ എന്ന മുനിപാലൻ അമ്പേറ്റ് പിടയുകയാണ്. അന്ധരായ തന്റെ അച്ഛനും അമ്മയ്ക്കും കുടിവെള്ളം കൊണ്ടുവരാൻ വന്നതാണ്. അവർക്ക് വെള്ളം കൊണ്ട് കൊടുക്കണം, എന്നിട്ട് എന്റെ മരണവൃത്താന്തം അറിയിക്കണം എന്ന് ദശരഥനോട് ആവശ്യപ്പെടുന്നു. ദശരഥൻ ചെല്ലുന്നു, മരണവൃത്താന്തം അറിയിക്കുന്നു. മരണവൃത്താന്തം പറഞ്ഞു കഴിഞ്ഞാൽ തപസികളെ, മുനിയെയും പത്നിയെയും മകന്റെ മൃതശരീരത്തിനടുത്ത് കൊണ്ടുവന്ന്, കാണാൻ പറ്റുന്നില്ല, അന്ധനാണ്, മകന്റെ ശരീരം കാണാൻ സാധിക്കുന്നില്ല. അവരുടെ നിർദ്ദേശമനുസരിച്ച് മുനികുമാരനെ ദഹിപ്പിക്കുന്നു. ആ ദഹിക്കുന്ന തീയിലേക്ക്
ആ വൃദ്ധ താപസികൾ എടുത്ത് ചാടുകയാണ്. ആ ചാടുമ്പോൾ പറയും, ഒരു ശാപം കൊടുക്കുകയാണ്, അല്ലെ, പുത്രശോകത്താൽ നീയും മരിക്കും. പുത്രന്മാരില്ലാത്ത ദശരഥൻ പുത്രകാമേഷ്ടി യാഗം നടത്തി 4 മക്കളെ സ്വന്തമാക്കുകയാണ്. ശ്രീരാമനും ഭരതനും ശത്രുഘ്നും ലക്ഷ്മണനും അടക്കമുള്ള 4 മക്കൾ. പക്ഷേ ദശരഥൻ മരിക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ ആ 4 മക്കളും ഉണ്ടായില്ല. ആ 4 മക്കളും ശ്രീരാമനും ലക്ഷ്മണനും കാട്ടിലാണെങ്കിൽ ഭരതനും ശത്രുഘ്നും അമ്മാവനായ യുധാജിത്തിന്റെ കേകയ രാജ്യത്താണ്. ഒരു തുള്ളി വെള്ളം മകന്റെ കിട്ടുവാൻ സാധിക്കാതെ, പുത്രന്മാരെ കാണാൻ സാധിക്കാതെ വിഷമിച്ചുകൊണ്ടാണ് ദശരഥൻ ഈ മണ്ണിൽ നിന്ന് പോകുന്നത്. അവിടെയും രാമായണം നമുക്ക് തരുന്നൊരു സന്ദേശമുണ്ട്. എന്താ? പാപകർമ്മങ്ങൾ, പാപം ചെയ്താൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന പാപമായിക്കൊള്ളട്ടെ, ചെറുതോ വലുതായിക്കൊള്ളട്ടെ, അതിനുള്ള ഫലം ഈ ഭൂമിയിൽ ഈ ജീവിതകാലത്ത് നമ്മൾ അനുഭവിക്കേണ്ടി വരും. നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ എന്തെങ്കിലും വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ അറിഞ്ഞിട്ട് ചെയ്ത പാപമായിരിക്കാം, അറിയാതെ ചെയ്ത പാപമായിരിക്കാം. പരമാവധി പാപങ്ങൾ ചെയ്യാതെ ജീവിക്കണമെന്ന ഒരു സന്ദേശം രാമായണം നമുക്ക് തരികയാണ്. മറ്റൊന്നും ഇല്ലാതല്ല, മറ്റേതും ഇതുപോലെയാവില്ല. ടോപ്പ് ഇൻ ടൗൺ പാലക്കാട് സന്ദർശിക്കുക. ടോപ്പ് ഇൻ ടൗൺ. നാട്ടിലെ വാർത്താ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു.